നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ. ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ചിങ്ങമാസത്തിലേക്ക് ആദിത്യൻ പ്രവേശിക്കുന്ന ദിനവും അതെപ്രകാരം ഓരോ രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയവുമാകുന്നു. ജ്യോതിഷത്തിൽ സൂര്യനെ അവലംബിച്ചാണ് എല്ലാ ഗ്രഹങ്ങളെയും നിലനിൽപ്പ്. സൂര്യനാണ് ആത്മപ്രഭാവകാരകൻ. ഈ സൂര്യൻ ദുർബലമായ കർക്കിടകൻ രാശിയിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. 1201 ചിങ്ങമാസം 1-ാം തീയതി, അതായത് 2025 ഓഗസ്റ്റ് മാസം 17-ാം തീയതി ഞായറാഴ്ച കാലത്ത് 1:45 സൂര്യൻ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന പാദത്തിൽ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു. സൂര്യൻ്റെ മൂലക്ഷേത്രമാകുന്നു ചിങ്ങൻ രാശി. സൂര്യന് 45 ഡിഗ്രി ബലം സിംഹൻ രാശിയിലെ ആദ്യത്തെ 20 ദിവസക്കാലം ലഭിക്കുന്നു. സൂര്യൻ്റെ ഉച്ചക്ഷേത്രം നിങ്ങൾക്കറിയാം, മേടൻ രാശിയാകുന്നു. മേടം 10 ഉദയം അത്യുച്ഛം, അതുവരെ സൂര്യൻ വളരെ ബലവാനാണ്. അപ്രകാരം തന്നെ സൂര്യന് 45 ഡിഗ്രി ബലം, മൂലക്ഷേത്ര ബലം ചിങ്ങം രാശിയിൽ ചിങ്ങം 20 വരെയുള്ള ദിനങ്ങളിൽ ലഭിക്കുന്നു. ഇത് വളരെയധികം ഒരു വ്യക്തിയുടെ പ്രഭാവത്തിനും കഴിവുകൾക്കുമൊക്കെ അംഗീകാരം കിട്ടി ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാനുള്ള വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യുന്ന ദിനങ്ങളാണ് ഈ ചിങ്ങമാസം. പ്രത്യേകിച്ച് ചിങ്ങമാസം 20 വരെയുള്ള മൂലക്ഷേത്ര ദിനങ്ങൾ. നാം ഇവിടെ ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. എപ്രകാരം ഈ സൂര്യൻ മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാർക്ക് ശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നമ്മുടെ ചർച്ചാ വിഷയം. അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചതയം പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ സൂര്യൻ നിൽക്കുന്നത് 7-ാം ഭാവത്തിലാണ്. 7-ാം ഭാവം ശുഭഗ്രഹങ്ങൾക്ക് നല്ലൊരു ഭാവമല്ല. എങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, 7-ാം ഭാവത്തിന് ബലമുണ്ട്. ആദ്യത്തിന് മൂലക്ഷേത്ര ബലവാനായി 7-ാം ഭാവത്തിലേക്ക് നിൽക്കുന്നു. അതിനാൽ പല വിഷയങ്ങളിലും നെഗറ്റീവായി വരുന്ന ഫലങ്ങളെക്കാട്ടും ഇവിടെ സൂര്യൻ നന്മകൾ പ്രദാനം ചെയ്യുമെന്ന് മനസ്സിലാക്കുക. എന്താണ് 7-ാം ഭാവം? വിവാഹം, അതിനാലോക, ഭാര്യാവർത്ത് സമാഗമാഹ, ശയ്യ, സ്ത്രീസത്മ, നഷ്ടാർത്ഥ, മൈഥുനാനബി, സപ്തമാൻ. വിവാഹം, കാമം, വിദേശയാത്രകൾ, ദേവാലയ വിഷയത്തിൽ ദേവൻ്റെ ആഭരണങ്ങൾ, ഭാര്യ, ഗൃഹം. 7-ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത്. ഇവിടെ 7-ാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ വരുമ്പോൾ ഭാര്യയ്ക്ക് രോഗം വരിക, രോഗാദി അരിഷ്ടതകൾ വരിക, ഭാര്യയുടെ ഗൃഹത്തിൽ തീ കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക തുടങ്ങിയ ഫലങ്ങളൊക്കെയാണ് പറയേണ്ടത്. പക്ഷെ ഇവിടെ സൂര്യൻ ബലവാനാകയാൽ ഇവിടെ വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകാൻ വളരെയധികം ന്യായമുണ്ട്. 7-ാം ഭാവാധിപൻ ബലവാനാകുമ്പോൾ ആ ഭാവത്തിൻ്റെ ബലത്തെ ഉണ്ടാക്കുന്നു. അതിനാൽ വിവാഹ വിഷയങ്ങൾക്ക് തീരുമാനം ഉണ്ടാകാം. ഒരു വ്യക്തിയുടെ യാത്രകൾക്ക് നന്മകൾ പ്രദാനം ചെയ്യാം. അപ്രകാരം തന്നെ തനിക്ക് വിദേശത്ത് നിന്നും അവസരങ്ങൾ വരിക, തനിക്ക് പലപ്പോഴും നഷ്ടപ്പെട്ട ധനങ്ങൾ തിരിച്ചു ലഭിക്കാൻ അനുഗ്രഹം ഉണ്ടാകും. 7-ാം ഭാവത്തിൽ ശുഭഗ്രഹങ്ങൾ 7-ാം ഭാവത്തിൽ ഭാവാധിപൻ ബലവാനായി വരുമ്പോൾ ഏതൊരു ഭാവത്തിലാണോ ഭാവാധിപൻ്റെ ദൃഷ്ടിയോ യോഗമോ ഉണ്ടാകുന്നത് ആ ഭാവത്തിന് ബലമാണ് ആചാര്യർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവിടെയും നാം ശ്രദ്ധിക്കണമെന്ന് മാത്രം. ഇവിടെ 7-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ സ്ത്രീബർഗത പരിഭവം മതകേ പതങ്കേ എന്നാണ് ഹോരാശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. സ്ത്രീകൾക്ക് പരിഭവം ഉണ്ടാകും തന്നോട്. അതിനാൽ ദാമ്പത്യ വിഷയത്തിൽ ശ്രദ്ധിക്കുക. 7-ാം ഭാവത്തിൽ ഇവിടെ പാപഗ്രഹങ്ങൾ വരുമ്പോൾ ഭാര്യയ്ക്ക് പരിഭവം ഉണ്ടാകും, ഭാര്യയ്ക്ക് താപമുണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ദുഃഖമുണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്രകാരം താനുമായി ബന്ധപ്പെടുന്ന സ്ത്രീ സുഹൃത്തുക്കൾക്കും പ്രയാസങ്ങൾ ഉണ്ടാകാം. ഭവേ തുച്ഛലബ്ധി ക്രയ വിക്രയവി, വ്യാപാരത്തിൽ വാങ്ങലും കൊടുക്കലിലുമൊക്കെ തന്നെ വളരെ തുച്ഛമായ ലാഭം മാത്രമേ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രതിസ്പർദ്ധയാ നേതി നിദ്രാം കഥാചി, തൻ്റെ ശത്രു കാരണം തനിക്ക് ഉറങ്ങാൻ കഴിയില്ല. അതിനാൽ ശത്രുദോഷ വിഷയങ്ങളൊക്കെ വരും ഈ ഒരു മാസക്കാലം. എന്നാലും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുക. ഈ സൂര്യൻ ഗുണകാരകനായി ഭവിക്കും കുംഭൻ രാശിക്കാർക്കെന്ന് മനസ്സിലാക്കുക. കഴിഞ്ഞ ഒരു മാസക്കാലം കുംഭൻ രാശിക്കാർക്ക് സൂര്യൻ 6-ലായിരുന്നു. അവിടെ വിവാഹമതിയായ ഗ്രഹം 6-ാം ഭാവത്തിൽ വന്നാൽ കളത്രേശൻ അരോ നിന്നാൽ കളത്രം ശത്രുവായി വരും, ഭാര്യ ശത്രുവായി വരുന്ന സമയമായിരുന്നു. അതിൽ നിന്നൊക്കെ മാറി ഭാര്യ തൻ്റെ കൂടെ വരിക. അപ്രകാരം തന്നെ യുവാക്കൾക്ക് വിവാഹ തീരുമാനങ്ങൾ അല്ലെങ്കിൽ യുവതികൾക്ക് വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകുന്ന മാസമാണിത്. ഈ ഒരു ചിങ്ങമാസക്കാലം വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകാം. പ്രത്യേകിച്ച് ചിങ്ങമാസം വിവാഹ നിശ്ചയങ്ങൾക്കും വിവാഹത്തിനുമൊക്കെ നല്ല ഒരു മാസവും കൂടിയാണ്. അതിനാൽ വൈവാഹിക വിഷയത്തിലോ
മുടങ്ങിയ യാത്രകൾക്കോ ഒരുപക്ഷെ തനിക്ക് വിദേശത്തു നിന്നും കിട്ടേണ്ടുന്ന ധനം ലഭിക്കുവാനോ ധാരാളം പോസിബിലിറ്റീസ്, സാധ്യതകൾ കുംഭൻ രാശിക്കാർക്ക് ഈ സൂര്യൻ പ്രദാനം ചെയ്യുമെന്ന് അറിയുക. ഇവിടെ ദാമ്പത്യ ശ്രേയസ്സിനായി ദമ്പതികളുടെ പേരിൽ ഐക്യമത്യ അർച്ചന ചെയ്യുക, അല്ലെങ്കിൽ നാളികേരം കൊണ്ട് ദാമ്പത്യമുക്തി ചെയ്യുന്നത് വളരെയധികം ഗുണകരമാണ്. എല്ലാ പ്രിയപ്പെട്ട കുംഭൻ രാശിക്കാർക്ക് ശോഭനമായ നല്ല ഒരു മാസക്കാലത്തെ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.